നമസ്തേ. നമ്മളെല്ലാവരും പാപികളാണ്. അത് പറഞ്ഞാൽ പലർക്കും ഇഷ്ടാവില്ല. കാരണം ഞാൻ പാപവും ചെയ്തിട്ടില്ല എന്നാണ് പലരുടെയും വിചാരം. എന്നാൽ ബാക്കി കൂടി നിങ്ങൾക്ക് കേട്ടാൽ അത് ബോധ്യമാവും. എങ്ങനെയാണ് നമ്മൾ പാപം ചെയ്യണത്? ഒരു കുടുംബജീവിതം നയിക്കുന്ന ആൾ പല പ്രവൃത്തികളും ചെയ്യും. അപ്പം അതിൽ നമ്മളറിയാതെ പല പാപങ്ങളും വന്നു ചേരുന്നുണ്ട്. ഏതൊക്കെയാണ്? പഞ്ചസൂന എന്നാണ് പറയുക. 5 കാര്യങ്ങൾ പ്രധാനമായിട്ട്. വേറെ പലതുമുണ്ട്. ഒന്ന് ചുല്ലി, മറ്റൊന്ന് പേഷണി, മൂന്നാമത്തേത് ഉപസ്കരം, നാലാമത്തേത് കണ്ടിലി, അഞ്ചാമത്തേത് ഉദകുംഭം. ചുല്ലി എന്ന് വെച്ചാൽ എന്താ? നെല്ലുകുത്ത. ഇപ്പോൾ കൃഷി കുറവാണ്, ആളുകളുടെ കയ്യിലൊന്നും നെല്ലില്ല. അപ്പോൾ അത് കാരണം കുത്തൽ കുറവാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ കുത്തലുണ്ടാവില്ല, അരിയൊക്കെ മേടിക്കലാണ്. അപ്പോൾ അത് പൊതുവേ കുറവാണെന്ന് വിചാരിക്കുക. എന്നാലും ഉള്ളവർ അത് കുത്തുന്ന സമയത്ത് അതിൽ നമ്മളറിയാതെ ചില പ്രാണികളൊക്കെ പെട്ട് അതിൻ്റെ ജീവൻ നഷ്ടപ്പെടും. അതൊരു തരം പാപമാണ്. രണ്ടാമതൊന്ന് പേഷണി എന്ന് വെച്ചാൽ അരയ്ക്കുക. അതിപ്പോൾ എല്ലാ കുടുംബങ്ങളിലും ഉണ്ട്. അരയ്ക്കണ രീതിക്കേ മാറ്റുള്ളൂ. ഉഴുന്ന്, അരി എന്ന് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ അരയ്ക്കുമ്പോൾ അവയിൽ ചില പ്രാണികളെ ജീവികളൊക്കെ കണ്ടാൽ നമ്മളത് കളയും. അങ്ങനെ കാണാതെ അതിൻ്റെ കൂടെയുള്ള സൂക്ഷ്മമായിട്ടുള്ള ജീവികൾ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ അരഞ്ഞങ്ങോട്ട് ചേരും. അതും പാപം തന്നെയാണ്. ആ ജീവികളുടെ പ്രാണൻ നഷ്ടപ്പെടുകയാണല്ലോ ചെയ്യണത്. മൂന്നാമതൊന്ന് ഉപസ്കരം എന്ന് പറയുന്നത്. അതായത് അടിച്ചു വാരുക. അതെല്ലാ ഗ്രഹങ്ങളിലും ഉണ്ട്. അടിച്ചു വാരുന്ന രീതി, ഉപകരണങ്ങളൊക്കെ മാറ്റം വന്നിട്ടുള്ളൂ. അപ്പോൾ ചില ജീവികളൊക്കെ നമ്മൾ ചൂലും കൊണ്ട് ചെന്നങ്ങോട്ട് മുട്ടുമ്പോൾ തന്നെ അതിൻ്റെ ജീവൻ നഷ്ടപ്പെടും. കാരണം അത്ര ചെറിയ ജീവികളാണ്. ചിലതിനെയൊക്കെ നമ്മൾ തല്ലി കൊല്ലുകയും ചെയ്യും. അപ്പം അങ്ങനെയും നമ്മൾ അറിഞ്ഞും അറിയാതെയും കുറേ ജീവികളെ കൊല്ലുന്നുണ്ട് എന്നർത്ഥം. നാലാമതൊന്ന് ഉള്ളത് കണ്ടിനി, അതായത് തീ കത്തിക്കുക. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ വിറകൊക്കെ കൊണ്ടാണ് കത്തിക്കുക. അപ്പോൾ ആ വിറകിൻ്റെ ഉള്ളിൽ ചെതലുണ്ടാവാം, ഉറുമ്പുണ്ടാവാം. അതിനൊക്കെ തട്ടി കുറഞ്ഞൊക്കെയാണ് കത്തിക്കാറുള്ളത്. കാണാത്തതൊക്കെ എൻ്റെ ഉള്ളിൽ പെടുന്നു മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ വിറകല്ലെങ്കിൽ തന്നെയും ഗ്യാസ് കത്തിച്ചാൽ തന്നെയും ചില പ്രാണികൾക്കൊക്കെ ജീവഹാനി വരും. എങ്ങനെയാ? ചില ഉറുമ്പൊക്കെ ഓടി വരും, ചിലത് പറന്നു വരും. അങ്ങനെയൊക്കെ ആയാലും അവയുടെ ജീവൻ നഷ്ടപ്പെടുന്നത് പാപം തന്നെയാണ്. നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല എങ്കിൽ തന്നെയും. അഞ്ചാമത്തേത് ഉദകുംഭം, വെള്ളം കോരുക. വെള്ളത്തിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ചെറിയ പ്രാണികൾ ഓടിയൊക്കെ നടക്കുന്നത്. അത് നമ്മൾ പാളയൊക്കെ ഇട്ട് കോരുകയാണെങ്കിൽ അല്ലെങ്കിൽ മോട്ടർ അടിക്കുകയാണെങ്കിൽ തന്നെ അവ നശിച്ചു പോകും. അത് അത്ര ചെറിയ പ്രാണികളാണ്. നമ്മുടെ പ്രഹരം താങ്ങാൻ അവയ്ക്ക് ശേഷിയില്ല. അപ്പം അതുകൊണ്ട് അതൊക്കെ വധമായിട്ട് കണക്കാക്കണം. അപ്പോൾ ഇങ്ങനെ 5 തരത്തിൽ അടിച്ചു വാരുമ്പോൾ, നെല്ല് കുത്തുമ്പോൾ, തീ കത്തിക്കുമ്പോൾ ഒക്കെ നമ്മൾ നിരവധി ചെറിയ 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 പ്രാണികളെ കൊല്ലുന്നുണ്ട് എന്നാണ്. നമ്മളറിയാതെയാണ് ചെയ്യണത്, അത് വാസ്തവമാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അവയുടെ ജീവൻ നഷ്ടപ്പെടണം. ഈശ്വരൻ നൽകിയിട്ടുള്ള ജീവൻ തന്നെയാണ് അവരുടെ ഉള്ളിലുള്ളത്. അപ്പോൾ അവയ്ക്ക് വേദന അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ കുടുംബജീവിതം നയിക്കുമ്പോൾ നമുക്കിത് കൂടാതെ പറ്റുമോ? ഇല്ലാതാനും. അങ്ങനെ അറിയാതെ ചെയ്യുന്ന പാപങ്ങൾ നമുക്ക് നശിപ്പിക്കണം. അറിയാതെ ചെയ്തതായാലും പാപമാണ്. കാരണം വൈദ്യുതി പോകുന്ന ഒരു കമ്പിയിൽ നമ്മൾ അറിയാതെ ചെന്ന് പിടിച്ചാലും ഷോക്കടിക്കില്ലേ? അപ്പം അതുപോലെ ഈ പാപങ്ങൾ നശിക്കാനായിട്ട് ഈശ്വരനെ ഭജിക്കുക, അതാണ് മാർഗം. ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. അത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. അങ്ങനെ നാമം ജപിച്ചാൽ പാപം നശിക്കുമെന്ന് ഭീഷ്മ പിതാമഹൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഇപ്പോഴൊക്കെ ആണെങ്കിൽ എളുപ്പമാണ്. നമ്മുടെ
എല്ലാവർക്കും മൊബൈലൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ തന്നെ ആ നാമം എഴുതി വെച്ചാൽ മതി. അപ്പോൾ അതെടുത്ത് തുറക്കുമ്പോൾ തന്നെ ആ നാമം കാണാൻ പറ്റും. ഒന്ന് ജപിക്കുക. പറ്റെങ്കിൽ സദാസമയം ജപിക്കാം. അത് പറ്റാത്തവർ പറ്റണ സമയത്ത് ജപിക്കുക. 1 തവണയോ 2 തവണയോ 3 തവണയോ അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ ഈ പാപം നശിക്കും. പിന്നെയും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നശിക്കാനായിട്ട് നമ്മൾ പറ്റാവുന്ന അത്രയും നാമം ജപിക്കുക, ഈശ്വരനെ ഭജിക്കുക, അങ്ങനെ ആ പാപത്തിൽ നിന്ന് മോചനം നേടുക. ഈ പാപത്തെ നമ്മൾ ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ കുടുംബജീവിതം നയിക്കുന്നവരാണല്ലോ. ഇത് ശ്രദ്ധിച്ച് കേട്ടാൽ നമ്മളൊക്കെ പാപികളാണെന്ന് മനസ്സിലാവും. എല്ലാവർക്കും അതിൽ നിന്ന് മോചനം നേടാൻ ഈശ്വരനെ ഭജിക്കാൻ തോന്നട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.